കട്ടപ്പന നഗരസഭാ വക കെട്ടിടങ്ങൾക്ക് വാടക വർദ്ധിപ്പിച്ച കട്ടപ്പന നഗരസഭ ഭരണസമിതിയുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭ അധ്യക്ഷന് നിവേദനം നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഡെക്കാസ ഇലക്ട്രിക്കൽസ്, ITA ജംഗ്ഷൻ, കട്ടപ്പന. നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു. നഗരസഭ വക കെട്ടിടങ്ങളുടെ വാടക ഇനത്തിൽ 5% വാടക കൂട്ടുന്നതിന് കഴിഞ്ഞ ദിവസത്തെ നഗരസഭാ കൗൺസിലിൽ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ അധ്യക്ഷന് നിവേദനം നൽകിയത്. പ്രളയത്തിനും കോവിഡിനും ശേഷം വ്യാപാര മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് വ്യാപാര മേഖല കരകയറി വരുന്ന സാഹചര്യത്തിൽ ചെറുകിട വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം നടപടികൾ വ്യാപാര മേഖലയെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ പറഞ്ഞു. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന നൂറുകണക്കിന് കടകൾ കട്ടപ്പന ടൗണിലും പുതിയ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് അടക്കം ഉള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ ആശങ്കയാണ് ഇപ്പോൾ കട്ടപ്പന നഗരസഭയെ അറിയിച്ചിട്ടുള്ളത്. വർഷാവർഷം 5% വെച്ച് വാടക കൂട്ടുന്ന ഒരു സ്ഥിതി കട്ടപ്പനയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ കോവിഡിനും പ്രളയത്തിനുമൊക്കെ ശേഷം വ്യാപാര മേഖല നേരിടുന്നത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിൽക്കുന്ന ചെറുകിട വ്യാപാര മേഖല അതിന് കൂടുതൽ പ്രഹരമാകുന്ന രീതിയിൽ ഇതുപോലുള്ള വർഷാവർഷം ഉള്ള വാടക വർധനവ് അത് ചെറുകിട വ്യാപാരികൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നഗരസഭയായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ചെലവുകൾ വഹിച്ചു പോകുന്ന ചെറുകിട വ്യാപാരികളെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, വർഷാവർഷം വാടക വർധന ഉണ്ടാകുമ്പോൾ പോലും അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ കട്ടപ്പന നഗരസഭയിൽ കൊടുക്കുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഉപവാസ സമരം അടക്കം ഇവിടെ സമരങ്ങൾ നടത്തി ഇതെല്ലാം പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നമുക്കപ്പോൾ തരികയും വീണ്ടും അതിന് യാതൊരുവിധ പരിഹാരങ്ങളും കാണാത്ത സ്ഥിതിവിശേഷമാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 60 ലക്ഷം രൂപ അനുവദിച്ചെന്നാണ് പറയുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാഴ്ച, അവിടെ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾക്ക് അവിടെ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആകാശ കൂടാരമുണ്ടാക്കി അവിടെ വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളത്. ഇവിടെയെല്ലാം വ്യാപാരം നടത്തിവരുന്ന വ്യാപാരികൾക്ക് വാടക ഇനത്തിൽ വർഷാവർഷം നഗരസഭ വർധനവ് വരുത്തുന്നത് വ്യാപാരികളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടും. ഈ സാഹചര്യത്തിൽ നഗരസഭയുടെ ഇപ്പോഴത്തെ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുന്നത്. വാടക ഇനത്തിൽ വർധനവ് വരുത്തുമ്പോഴും ഈ കെട്ടിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിച്ചു നൽകുന്നതിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് അലംഭാവം തുടരുകയാണ്. ഈ വിഷയത്തിൽ നിരവധി തവണ നിവേദനം നൽകിയെങ്കിലും ഉടൻ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ലെന്നും സമിതി നേതാക്കൾ പറയുന്നു. ഈ വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് തീരുമാനം. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഡെക്കാസയിലൂടെ. ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം. ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ, കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ്. ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ്, മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ, ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് GI ഫിറ്റിംഗ്സ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഡെക്കാസ ഇലക്ട്രിക്കൽസ്, ITA ജംഗ്ഷൻ, കട്ടപ്പന.